എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കണ്ടാള ഘാട്ടൊക്കെ ഇറങ്ങി താഴെ വന്ന് നിൽക്കുകയാണ്. അതെ, അപ്പോൾ ഇനിയിപ്പം ഞാനാ വണ്ടി ഓടിക്കാൻ പോകുന്നത്. അതെ, ഇനി ഷിഫ്റ്റ് അച്ചയ്ക്കാണ്. കാരണം ഘാട്ടൊക്കെ ഇറക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സേഫ് ആയിട്ട് ഓടിക്കും. അത് തന്നെയല്ല, ഇന്ന് രാവിലെ തൊട്ട് ഫുൾ ഡ്രൈവിങ് മൊത്തം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പം റെസ്റ്റ് കൊടുക്കാം. ഇനി കൂടുതൽ തിരക്കും ട്രാഫിക്കൊക്കെ ഉള്ളിടത്തോട്ട് ചെല്ലുമ്പോൾ മുത്തിന് കൊടുക്കാം. അല്ലേ? അതിനാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതിനല്ല റെസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, ഇനി കുറച്ച് സമയം എടുക്കില്ല അങ്ങോട്ട് ചെല്ലണേ. കിളി ഒന്ന് ഓടിക്കാറായിട്ട് വേണം എനിക്ക് റെസ്റ്റ്. അതെ അതെ, പൊന്നു ഓടിച്ചു തുടങ്ങി. അധികം താമസമൊന്നുമില്ല. ഉടനെ തന്നെ ലൈസൻസ് ഉടനെ തന്നെ കിട്ടും. അപ്പം ഇനി കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന പൊന്നുമായിരിക്കും. ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ കൂടെ ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട്, വണ്ടികൾ പറന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോ തിരക്കാവും, വൈകുന്നേരം ആയില്ലേ. നമുക്ക് അങ്ങോട്ട് കയറിയേക്കാം. പോയേക്കാന്നാ? പോയേക്കാം. ആ, വണ്ടി എടുത്തു. ബസ് ടർക്ക് ടെർമിനൽ, മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇവിടെ ബസ്സും ട്രക്കും ഒക്കെ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് പണിത, പണ്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് നല്ല പാർക്കിംഗ് ഉണ്ട്, അടിപൊളി സൗകര്യം അല്ലേ? ആ, ബസ് ടെർമിനൽ ഇപ്പുറത്തും അതിന്റെ ഇപ്പുറത്തെ ട്രക്കിന്റെ ഇതുണ്ട്, ലോറിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതുണ്ട്. ഇവിടെ കാർ കണ്ട എന്തിനാ കിടക്കുന്നത്? അയ്യോ, കൊള്ളം കേട്ടോ, നല്ല ലൈക്ക് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെ. കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് ടൗൺ പോലാണല്ലോ, വലിയ ടൗൺ പോലെ, എല്ലാ കടകളും ഉണ്ട്. അവിടെ ഘാട്ടൊക്കെ ഇറങ്ങി വന്ന് എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാ. ഇവിടെ ഇത് EV ചാർജിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഭീവണ്ടിയിൽ പോയി ലോഡ് ഇറക്കും. ലോഡ് ഇന്ന് ഇറക്കത്തില്ല, ചെല്ലും. ഇന്ന് രാത്രിക്ക് എപ്പോഴേലും ഒരു സമയത്ത് ചെല്ലും, എന്നിട്ട് നാളെ ലോഡ് ഇറക്കും. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് തന്നെ പാക്കിംഗ് കേസ് ആയിരുന്നു ലോഡ്. അതെ, റബ്ബർ പലക ഭീവണ്ടിയിലേക്ക്. ഭീവണ്ടി എന്ന് പറഞ്ഞാലും ഭീവണ്ടിയുടെ കുറച്ച് വേളയില്ല, ഉള്ളിലാ, അല്ല ഔട്ടറില്ല. അതായത് നാസിക് റോഡില്ല, അതിൽ നിന്ന് നാസിക് റോഡിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് കയറിയാ ഇറക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പം മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലാണുള്ളത്. ഇത് നമ്മളെ പൂനെ എന്ന് വരുമ്പം രണ്ടാമത്തെ ടോൾ ഗേറ്റാണ്, അതായത് ഖലാപ്പൂർ ടോൾ പ്ലാസ. ഇവിടെ 1624 രൂപ ഇവിടുത്തെ. അപ്പോൾ അവിടെ ഒരു 1600, മൊത്തത്തിൽ 1624 ഉള്ളൂ കേട്ടോ. അതായിരിക്കും. അല്ല, ഇത് രണ്ട് വരികയല്ല, രണ്ടുപേരും 3200 രൂപ വരികയല്ലേ, അത്രയും വരികയല്ല. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ടോൾ ബൂത്താണ്. ഇങ്ങോട്ട് മഴയാ, ബോംബെയിലേക്ക് മഴയാന്ന് തോന്നുന്നല്ലോ. ഇപ്പഴും മഴ തൂടാൻ തുടങ്ങി. ഇതുവരെ നല്ല തെളിവായിരുന്നു. ചാറ്റൽ മഴ ചിലപ്പോൾ വലിയ മഴയാവും. അങ്ങോട്ട് ഒരുവിധം പെയ്യുന്നുണ്ട്. അപ്പോൾ പുത്തേ ട്രാവൽ വ്ളോഗിന്റെ അച്ഛനും മക്കളും കൂടെ ഉള്ള മുംബൈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെയും വാഷ്റൂമും ചെറിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ലോറി പാർക്ക് ചെയ്യാനായിട്ട് കുറവാ. ലോറി ഇവിടെ പുറയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി ഇഷ്ടംപോലെ. ഇത് എക്സ്പ്രസ് ഹൈവേയുടെ പാർക്കിംഗ് അല്ലേ? അതെ, അതും അതെ. പുറയിലത്തെ അതെല്ലോ. എക്സ്പ്രസ് വേയിൽ നമുക്ക് ട്രക്കിന് 80ഉം കാറിന് 100 രൂപ സ്പീഡ് ലിമിറ്റ്. താനെ 65, കല്യാൺ 60, പനവേൽ 26 കിലോമീറ്റർ. അപ്പം ഇനി 26 കിലോമീറ്ററൂടെ ഉള്ളൂ എക്സ്പ്രസ് വേ. 26 കാണുകയല്ല, 26 കാണും. YCEW കിലോമീറ്റർ 30 കിലോമീറ്ററൂടെ ഉള്ളൂ. 30 കിലോമീറ്ററൂടെ എക്സ്പ്രസ് വേ ഉണ്ട്. YCW എന്നുള്ളതേ ഇതിന്റെ ഷോർട്ട് ഫോം ആയി എക്സ്പ്രസ് വേയുടെ പേരിന്റെ. അതാണോ അത് എഴുതിയിരിക്കുന്നത്? യശ്വന്തറാവോ ചവാൻ എക്സ്പ്രസ് വേ എന്നായി എക്സ്പ്രസ് വേയുടെ പേര്. മുംബൈ പൂനെ എക്സ്പ്രസ് വേയുടെ പേര്, ഒഫീഷ്യൽ നെയിം അതാ YC എക്സ്പ്രസ് വേ എന്ന് എഴുതിയിരിക്കുന്നത്. ശരി, കൂടുതലും ബോംബെ പൂനെ എക്സ്പ്രസ് വേ എന്നാ പറയുന്നത്. അതെ, ഒഫീഷ്യൽ നെയിംസ് മിക്ക എക്സ്പ്രസ് വേയും വേറെ ഉണ്ടല്ലോ. ഇത് മേജർ സിറ്റി രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്യുന്നോണ്ട് മുംബൈ പൂനെ എന്നെല്ലാരും പറയുന്നത്. ഈ എക്സ്പ്രസ് വേ കലമ്പോളി ചെന്നാണ് ഇരുന്നത്. കലമ്പോളി തൊട്ട് പൂനെ വരെ. പൂനെ എന്ന് പറഞ്ഞാൽ പൂനെക്ക് മുമ്പാണ് തീരുന്നത്. കറക്റ്റ് സ്ഥലപ്പേര് ഞാൻ മറന്നു. അപ്പൊ നമ്മൾ ഈ പോകുന്നതെല്ലാം വെസ്റ്റേൺ ഗാർഡ്സിലൂടെയാണ്, പശ്ചിമഘട്ടത്തിലൂടെയാണ് പോകുന്നത്. പശ്ചിമഘട്ട മലനിരകളിലൂടെ. മലനിരകളിലൂടെയാ ഇപ്പൊ ഈ എക്സ്പ്രസ് വേ വന്നതല്ല. നമ്മളിപ്പോ വന്ന കണ്ടാളയൊക്കെ ഇതിലുള്ള. ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ നദികളൊക്കെ ഉണ്ട് കുറെ. അങ്ങോട്ടൊക്കെ ഫാക്ടറികളാ ഉണ്ടോ? മൊത്തം ഫാക്ടറികളാ രണ്ട് സൈഡിലും. അങ്ങോട്ട് ഇഷ്ടംപോലെ മലനിരകളുണ്ട്, മഞ്ഞു മൂടി കാണാത്ത. ആ സൗണ്ട് എന്നാന്നറിയോ? അതിന്റെ റിങ് അടിക്കുന്ന ടയർ, ആ ട്രെയിലറിന്റെ ഏതേലും ഒരു ടയർ പഞ്ചറായിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ റിങ് കിടന്നടിക്കുന്ന സൗണ്ട്. അത് വണ്ടി വെയിറ്റ് ഇല്ലെന്ന്, കാലി വണ്ടിയാ. അതാ. അപ്പൊ നമ്മള് കൊറേ ടണൽ കയറിയല്ലേ ഇങ്ങ് വന്നത്. കണ്ടാളെ വന്നിറങ്ങിയത് അടുത്തൊരു ടണൽ, മഡാപ് ടണൽ. ഈ ടണലിനകത്ത് കുറച്ച് നന്നായിട്ട് വെട്ടമുണ്ട് കേട്ടോ. ഇതൊന്നും അല്ലായിരുന്നു, ഇത് തുടങ്ങിയപ്പോ നല്ല വെട്ടമായിരുന്നു ഫുള്ള്. ഇപ്പൊ എല്ലാം ലൈറ്റ് എല്ലാം പോയതാ. ശരിയാ, 2-3 സ്റ്റെപ്പ് ലൈറ്റ് ഇല്ല.
അതും ഈ ലൈറ്റുകളെല്ലാം ഉണ്ടല്ലോ ഒരു ഓറഞ്ച് കളറുള്ള ലൈറ്റായിരുന്നു. ഇതിനകത്തോട്ട് കയറുമ്പോൾ നല്ല രസമായിരുന്നു തുടങ്ങിയ ഇടയ്ക്ക്. ഇഫ് യു ആർ മാരീഡ് ഡിവോഴ്സ് സ്പീഡ്. ഇത് സാധാരണ നമ്മൾ ഇത് മറ്റേ ബ്രോ പണിയുന്ന വഴികളിൽ നമ്മൾ ലഡാക്കിലൊക്കെ കാണത്തില്ലേ, ബിആറോടെ അവിടെ ഇരുന്ന് കൂടുതലാണ്. നീ ഇതുപോലത്തെ ഹൈവേയിൽ ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങോട്ട് നമ്മൾ ചെല്ലും തോറും മഴയുടെ ശക്തി കൂടി വരുന്നുണ്ട്. ഇത് പാതാൾ ഗംഗ റിവറാ. ഈ പാതാൾ ഗംഗ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് പണ്ട് നമ്മൾ ലോഡ് കയറ്റുന്നതായിരുന്നു. അവിടെയൊക്കെ കുറേ കമ്പനികളുണ്ട്, ഫാക്ടറികൾ. ഇൻ റെയിനി സീസൺ ഗോ സ്ലോ. അങ്ങോട്ടെല്ലാം കോട ഇറങ്ങി മൂടി മലനിരകളെല്ലാം. പൻവേൽ 17 കിലോമീറ്റർ, മുംബൈ 63. പെട്ടെന്നല്ലേ മല ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്കും മഴ തുടങ്ങി. സാധാരണ മല മുകളിലല്ലേ മഴ പെയ്യുന്നത്. ചിലപ്പോ എന്നാന്നറിയോ, ഇതിപ്പോ തീരദേശത്തായിരിക്കും മഴ ഇങ്ങനെ വന്നേക്കുന്നത്. ഇനി പിന്നെ അങ്ങോട്ട് കയറുള്ളായിരിക്കും. പൻവേൽ 13, CBD ബേലാപ്പൂർ 27, താനെ 54 കിലോമീറ്റർ. ഇത് ബട്ടൺ ടണലാ. ബട്ടൺ ടണൽ ഇതൊരു വലിയ ടണലാ, ഇച്ചിരി നീളമുള്ള ടണലാ. ഇതും 1999 കൺസ്ട്രക്ഷൻ. ഈ ടണൽ പണിയൊക്കെ നടക്കുന്ന സമയത്തെല്ലാം ഞാൻ ഇതിലെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. നേരെ ഇങ്ങനെ കാണാം, ഇങ്ങനെ മൊത്തം പാറയല്ലേ, ഇവിടെ കൂടുതലും പാറ കേട്ടോ. അതുകൊണ്ട് ഈ ടണൽ വലിയ പ്രശ്നമില്ല. അല്ല, ഇത് വേറെ വഴി ഉണ്ടാക്കിയല്ലേ, പഴയ വഴിക്കൂടെ വന്നിട്ടുണ്ട്. നേരെ കാണാം പഴയ വഴിക്കൂടെ വരുമ്പോ. അപ്പൊ ഇങ്ങനെ പാറ ഇങ്ങനെ തുറന്ന് എടുക്കുന്ന കാണാമായിരുന്നു. മുംബൈ പോകാൻ അടൽ സേതു വഴി പോകാനുള്ള വഴിയാണ് മുന്നിൽ. ഈ അടൽ സേതു ഇല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടലിക്കൂടുള്ള സീ ബ്രിഡ്ജാ. അതിനാളെ നമ്മള് പോയതാ ഒരു പ്രാവശ്യം. അത് നമ്മള് മുംബൈനെ നവി മുംബൈ ആയിട്ട് കണക്ട് ചെയ്യും. ഒരു 16 കിലോമീറ്ററും അത് കടലിൽ തന്നെയാ പാലം. നല്ല അടിപൊളി റൂട്ട് അത്, നല്ലതാ. ലോറിക്ക് പോകാൻ പറ്റുമോ അടൽ സേതു വഴി? ലോറിക്ക് പോകാൻ പറ്റും, പക്ഷെ ഇപ്പം ലോറി വരുന്ന അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നതില്ലേ. പക്ഷെ നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റിയല്ല, പ്രായം കൂടി പോയി. 8 വയസ്സ് വരെ ലോറിക്ക് അതിലേ പോകാൻ പറ്റും. ലോറി എന്നല്ല, എല്ലാം ഹെവി വെഹിക്കിൾസ്, ബസ്സും ലോറിയൊക്കെ പ്രായം കൂടിയവരെ അങ്ങോട്ട് കയറ്റി വിടുകയല്ല. ഇനി പ്രായം കുറഞ്ഞ ആരെയും കൊണ്ട് വരികയാണെങ്കിൽ അടൽ സേതു വഴി കയറി പോവാം. ഇങ്ങോട്ടും വരാതില്ലേ. അപ്പോഴേ നമ്മൾ NH66 കുമട്ടയിൽ ഇറങ്ങിയതായിരുന്നു. ഇതുണ്ടോ, 4 കിലോമീറ്ററോടെ ചെന്നാൽ NH66 ചെന്ന് കയറാം. അതെ, അല്ല നമ്മൾ അങ്ങോട്ട് കയറണ്ടല്ല, ഗോവ വഴി വരുന്ന വഴിയിലേക്ക് അവിടെ കണക്ട് ആവുക. അതായത് കന്യാകുമാരി പൻവേലാണ്, പൻവേൽ അടുത്തു. പൻവേലിലേക്ക് വന്നല്ലേ 66 ചേരുന്നത്. ഇതുപോലെ തന്നെ 6 ലൈൻ അടൽ സേതു അല്ലേ. അത് അടിപൊളി റോഡാ. എത്ര കോടികൾ മുടക്കിയിട്ടായിരിക്കും അല്ലേ. അല്ലെ, അത് എന്നാ നമ്മൾ ബോംബെ നിന്നൊക്കെ ലോഡ് കയറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ പഴയ വഴി വരുന്ന ഭയങ്കര സമയം ട്രാഫിക്കോ ഭയങ്കര. ഈ അടൽ സേതു വഴി വന്നാൽ പെട്ടെന്ന് ഇങ്ങെത്തും, ട്രാഫിക് ഒന്നും ഇല്ലല്ലോ, നല്ല വഴി. എക്സിറ്റ് ടു മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നാവ സേവ. അടൽ സേതു 500 മീറ്റർ. നാവ സേവ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, പോർട്ടും ഉണ്ട്. ഈ അടൽ സേതു ഇവിടെ നല്ല അടൽ കൊളാബ. ഈ അടൽ സേതു ഉണ്ടല്ലോ, അടൽ സേതുവിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുംബൈനെ നവി മുംബൈനെ തമ്മിൽ കണക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ എയർപോർട്ടായിട്ടും പിന്നെ ജവഹർലാൽ നെഹ്റു പോർട്ട് എല്ലാം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി, ട്രാവലിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ അടൽ സേതു പണിതിരിക്കുന്നത്. എയർപോർട്ടിൽ പോകണമെങ്കിൽ നവി മുംബൈ എയർപോർട്ടും ഇതുവഴി അടൽ സേതുവിന് പോകണമെങ്കിൽ തിരിഞ്ഞു പോകണം നമ്മള്. 17,843 കോടിയുടെ പ്രൊജക്റ്റായി അടൽ സേതു. അതിലേയും ഈ 2 വീലർ 3 വീലർ കാളവണ്ടി ട്രാക്ടർ ഇതൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ അതില് ഇപ്പം ഭൂമി വിലുക്കത്തെയും അങ്ങനെയുള്ളതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതേക്കുന്നത്. ഇത് റെയിൽവേ ലൈനാണ് ഈ പോകുന്നത്. നമ്മൾ പനവേലെത്തി. ഇപ്പോഴേ കടക്കാൻ പറ്റിയ ക്ലൈമറ്റ്, കിടന്ന് ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ്. അത് തന്നെ. അപ്പം ഉറങ്ങിക്കുവാണെങ്കിൽ കിടന്ന് ഞാൻ ഉറങ്ങാൻ മുംബൈയിലെ തിരക്കൊന്ന് കാണട്ടെ, എന്നിട്ട് കിടന്നുറങ്ങാം. എന്നാ പിന്നെ ഇന്ന് ഉറക്കം നടക്കുകയില്ല, മൊത്തം തിരക്കായിരിക്കും. പിന്നെ നമ്മൾ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് ചിലപ്പം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം. പിന്നെ പറയാൻ പറ്റില്ല എങ്ങനെയാന്ന്. ഫുള്ള് തിരക്ക് കാണണമെന്നൊന്നുമില്ല, കുറച്ച് ബോംബെ ടൗണിലേക്ക് പോകുന്നില്ലോ. നമ്മളെ എപ്പത്തേക്ക് ചെല്ലുമായിരിക്കും, രാത്രിയാവോ അതൊന്നും പറയാൻ പറ്റില്ല. അധികം ദൂരം ഒന്നുമില്ല, 10-50 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 2-3 മണിക്കൂർ എടുക്കുമായിരിക്കും. അങ്ങനെ കിടന്നൊന്നും ഇറങ്ങിക്കോ, എന്നാൽ മയങ്ങാനുള്ള സമയമുണ്ട്. പൊന്നു നാളെ രാവിലെ കറങ്ങാൻ പോകുന്നുണ്ടോ? പൊന്നു അല്ല, ഡ്യൂട്ടി പൊന്നിന് കൊടുക്കുക. പൊന്നു അവിടെ വരെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. അല്ല, ബാക്കി വണ്ടി പോകണേ പൊന്നു പറയുന്ന അനുസരിച്ചേ പോവുള്ളൂ.
വണ്ടി നിങ്ങളുടെ ഇഷ്ടമുള്ള അടുത്തല്ലോ കൊണ്ടുവെക്കോ, കുഴപ്പമില്ല. ഞാനല്ലോ ഓടിക്കുന്നേ. അതെ, ഞാനല്ലോ ഓടിക്കുന്നത്, പിന്നെ ഞാനെങ്ങനെ പറയാം. ഇപ്പൊ എക്സ്പ്രസ് വേ നമ്മള് ഓടി തീരാറായി കേട്ടോ. ഇപ്പൊ എക്സ്പ്രസ് വേയില് കയറിയിട്ട് നമ്മളൊരു 94 കിലോമീറ്ററോളം എക്സ്പ്രസ് വേയിലൂടെ വന്നില്ലേ? 94 കിലോമീറ്റർ എക്സ്പ്രസ് തന്നെ ആയിരുന്നു. അപ്പൊ ഇതിന്റെ അവസാനം വന്ന് ഇറങ്ങുന്നത് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങും ഉടനെ തന്നെ, അത് കഴിഞ്ഞ് കിടന്നാൽ മതി എന്നാ. ഓക്കെ. ട്രക്ക് ടെർമിനല് താനെ പനവേലൊക്കെ ഇതിലെ എക്സിറ്റ് ഉണ്ടായിരുന്നു, ഇതിപ്പോ അടച്ചു. അപ്പുറം മാറ്റി കാണാം. ഇത് അതല്ലേ ഞാൻ പറഞ്ഞു, ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഡെവലപ്മെന്റ്സ് വരുന്ന അനുസരിച്ചേ പെട്ടെന്ന് വളരുന്ന സിറ്റികളിൽ ഒന്നാണ് മുംബൈ. അതെ. എക്സ്പ്രസ് വേ എൻസ് MSRDC, മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. പനവേലിന്റെ ഭാഗങ്ങളായി കാണുന്നതല്ല. ഇതുണ്ടോ ഇവിടെ, ഇത് വേറെ ഏതോ വഴിയാ പണിയുന്നത്. ഇതുണ്ടോ? അതുകൊണ്ടാന്ന് തോന്നുന്നു പഴയ മറ്റേ വഴി അടച്ച്. അത് ഇത് റോഡല്ലെന്ന് തോന്നുന്നു, ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു, മെട്രോ ആണെന്ന് തോന്നുന്നു. താഴേക്ക് നോക്കിയാ അതിലേതോ ഒരു റോഡ് 66 തോന്നുന്നു, NH 66 എനിക്ക് തോന്നുന്നു. അതുണ്ടോ താഴത്തെ തിരക്കുണ്ടോ? അത് 66 അല്ല, സെൻട്രലിൽ നിന്ന് വരുന്ന റോഡാ അത്. മുംബൈ സെൻട്രൽ നിന്നോ? നവി മുംബൈ ആ സൈഡാ. നമുക്ക് ആ പാലത്തിനടിയിൽ താഴെ ഇറങ്ങി അങ്ങനെ വേണേലും തിരിഞ്ഞു വേണേലും പോവായിരുന്നു. നമ്മൾ ഇതിലെ വഴിക്കാ പോകുന്നത്, ബേലാപ്പൂർ റോഡൊക്കെ കയറിയിട്ടാ പോകുന്നത്. അപ്പം മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ മുംബൈയുടെ തിരക്കിലേക്ക്. ഇനിയിപ്പോൾ ഈ തിരക്ക് കഴിഞ്ഞ് ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡും കയറ്റി ഈ എക്സ്പ്രസ് വേയിലെങ്ങാണ്ടും വന്ന് കയറിയാലേ ഒന്ന് സമാധാനമാകും, റിലാക്സേഷൻ. അതെ, ട്രാഫിക് ആയിരിക്കും മൊത്തം. താഴെയൊക്കെ ഉണ്ടോ? നല്ല തിരക്കാ വഴിയിലൊക്കെ. ഉണ്ടോ എന്ത് ഫ്ലാറ്റുകളാന്ന് നോക്കിയേ, എല്ലായിടത്തും വലിയ ബിൽഡിങ്ങുകളേ ഉള്ളൂ. ഇത് മുംബൈ സത്താര ഹൈവേ. സത്താര. ഇനി നമ്മുടെ കണ്ണുകളെല്ലാം വണ്ടിക്ക് ചുറ്റിനും വേണം. ഡീസൽ മോഷണം പോവാം, പടുത മോഷണം പോവാം, ബാറ്ററി പോവാം, സ്റ്റെപ്പിന് പോവാം, എല്ലാ സാധനവും. അത് അവിടെ വെച്ച് നമ്മളോട് ആ ട്രക്ക് ലൈബയിൽ വെച്ച് ആ ചേട്ടൻ ചോദിച്ചില്ല, അവിടുത്തെ ബാറ്ററി ഒക്കെ ഇങ്ങനെ കാണാവുന്ന പോലെ വെക്കുന്നതെന്ന്, ബാറ്ററി ഒക്കെ പൂട്ടി വെക്കണം. അതിന് വേറെ ഗ്രില്ല് പിടിപ്പിക്കണമെന്ന്. ആ രാജസം വണ്ടികളെയാണ്. അത് തന്നെ. ആ വെള്ളം കൊണ്ടുവന്ന വൈപ്പാന്ന് തോന്നുന്നല്ലേ? വെള്ളത്തിന്റെ ആണോന്ന് അറിയത്തില്ല. ഈ മുംബൈ സിറ്റി എന്നാന്ന് പറഞ്ഞാലും കണ്ടോ, ഇവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ട്. അത് മുംബൈയിലേക്ക് ഒന്നില്ല, അത്യാവശ്യം സിറ്റിയിൽ കുറച്ച് പച്ചപ്പുണ്ട്. എനിക്ക് ഡൽഹിയിൽ ഒട്ടും പച്ചപ്പില്ലാത്ത. ഡൽഹിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഡൽഹിയുടെ അത്രയും പൊല്യൂഷൻ ഒന്നുമില്ല. ഇവിടെയും പൊല്യൂഷൻ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, അത്രേ ഇല്ല. ഡൽഹി വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റി. ഇതിന്റെ അപ്പുറം അങ്ങോട്ട് കടലാണ്, അങ്ങോട്ട് കുറച്ച് പോയ കടല. ഇവിടെ ചെളിയാണല്ലോ ഇത്. അതെ, ഈ മറ്റേ കണ്ടൽക്കാടിന്റെ ഒക്കെ. അതെ അതെ, ഭയങ്കര ചെളിയും അഴുക്ക് വെള്ളമോ. ഈ റൈറ്റ് സൈഡിലത്തെ ബ്ലോക്ക് ഉണ്ടോ? അതവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്, അവിടുത്തെ ബ്ലോക്കാന്ന് തോന്നേ. കുറെ ദൂരമായി, കുറെ നേരമായി. എത്ര ലൈൻ ചെയ്തു? 1 2 3 4 5 5 6 ലൈൻ നിപ്പുണ്ട് വണ്ടി. ടോളിലേ 500 രൂപയാ ടോള്. ഈ സമയമായതുകൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ വലിയ തിരക്കില്ല. നോക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് വണ്ടികളാണ് വരുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഓരോ ടോൾ ബൂത്തിൻ്റെ ഇവിടെ മൊത്തം പോലീസുകാർ നിൽക്കുക പിരിക്കാൻ വേണ്ടി, പിരിവിന്. അപ്പോൾ ഏതൊക്കെയായാലും അത്രയ്ക്ക് ശല്യമില്ല. ഖാർഗർ റെയിൽവേ സ്റ്റേഷനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ. സയൻ താനെ എല്ലാം നേരെ. എന്നാ തിരക്കാം. മുംബൈ ടൗൺ എന്ന് പറഞ്ഞാൽ എന്തേറെ ഏരിയ വ്യാപിച്ച് കിടക്കുന്ന ഒരു ടൗണാണ്. നവി മുംബൈ എയർപോർട്ട് ലെഫ്റ്റിലേക്ക്. ഇങ്ങോട്ട് ഏതൊക്കെയാലേ മഴ ഇച്ചിരി കുറവുണ്ട്. നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, വെൽക്കം ടു ക്ലീൻ ബ്യൂട്ടിഫുൾ ഗാർഡൻ സിറ്റി. നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ വെൽക്കംസ് യു. ഈ ഹൈവേ ബാംഗ്ലൂർ മുംബൈ ഹൈവേ ആയിരുന്നു നേരത്തെ, NH 4 ആയിരുന്നു. സത്താറ മുംബൈ ഹൈവേ എന്നും പറയും. അപ്പൊ നമ്മള് ന്യൂ ബോംബെ എന്നറിയപ്പെടുന്ന നവി മുംബൈയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് എന്ത് വണ്ടികളാന്ന് നോക്കിയേ. അതിപ്പം ടൗണിൽ നിന്ന് ഇറങ്ങി പോകുന്ന വണ്ടികളല്ലേ. നമ്മളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നോണ്ട് വലിയ തിരക്കില്ല. അങ്ങോട്ടായോണ്ട് ഈ വൈകുന്നേരം അങ്ങോട്ട് കയറി പോകുന്നവർ കുറവല്ലേ. കാറുകളാണ് ഈ സമയത്ത് കൂടുതലും ഇങ്ങോട്ട്. ഇനി കുറെ നേരം രാത്രി ആയി കഴിഞ്ഞാൽ മൊത്തം ലോറികളായിരിക്കും. ഈ നവി മുംബൈ ഒരു പ്ലാൻഡ് സാറ്റലൈറ്റ് സിറ്റിയാ. ഇപ്പൊ മുംബൈയിലെ തിരക്ക് കുറയ്ക്കാനായിട്ടാണ് നവി മുംബൈ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് പ്ലാൻ ചെയ്ത് പണിതൊരു സിറ്റിയാണ് നവി മുംബൈ. അതുപോലെ തന്നെ ഇവിടെ റോഡുകൾ കുറച്ചുകൂടെ വലുതാണ്, പിന്നെ കുറച്ചുകൂടെ ഗ്രീനറി ഉണ്ട്, പച്ചപ്പൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ബോംബെയിലേ പണ്ട് ബോംബെന്ന് എല്ലാം കൂടെ വന്ന് ഇടുങ്ങി തിരക്കുമല്ലേ ഭയങ്കരമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് പ്ലാൻഡ് ആയിട്ട് വലിയ ഇവിടെ ട്രക്ക് ടെർമിനലൊക്കെ ഉണ്ട്,
ലോറികളൊക്കെ വരുന്ന ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ. ബോംബെയിലൊന്നും ഒട്ടും സൗകര്യങ്ങളില്ല. 1 വർഷം മുന്നേ അല്ലേ. ഇവിടെ ഇതിങ്ങോട്ട് നവംബർ ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി വർഷമായി. ആ ഇവിടെ തിരക്കായി. ഇപ്പൊ ഇതിങ്ങനെ ടൗൺ വികസിച്ച് ഇങ്ങ് പോവാ. പൂനെ വരെ ചെല്ലും. പൂനെയിലും നിൽക്കിയല്ലേ, ചിലപ്പോ അങ്ങോട്ടും പോകും. ഈ തിരക്കിന് ഈ ബോംബെ എയർപോർട്ടിലെ പുതിയ എയർപോർട്ട് പണിയാൻ കാരണം തന്നെ അവിടെയും ഭയങ്കര തിരക്കല്ലേ. അതുകൊണ്ടാണ് നവംബർ എയർപോർട്ട് വന്നത് ഇവിടെ. അതിന് ഞങ്ങൾ സാധനം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ലോഡും കൊണ്ട്. കുറെ നാളായി. അത് നമ്മള് 2 വർഷമായെന്ന് തോന്നുന്നു. എയർപോർട്ട് പണിയുന്ന സമയത്ത് ഈ ഒരു തടിയുടെ എന്തോ സാധനം എന്നാന്ന് ഞാൻ മറന്നുപോയി. അതെന്ന് വെച്ചാൽ ഈ മുട്ട് കൊടുക്കുന്ന ഭീമ് വാർക്കയ്ക്ക് കൊടുക്കുന്ന ടൈപ്പുള്ള ഒരു സൈസ് തടിയാ. അത് വെളിയിൽ നിന്നെങ്ങാണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അത് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് കയറ്റി ഇവിടെ കൊണ്ട് ഇറക്കിയായിരുന്നു. നെറൂൾ റെയിൽവേ സ്റ്റേഷൻ. അതിൽ നേരെ ആ ലെഫ്റ്റിൽ കൂടെ നേരെ പോയാൽ ബോംബെ, ന്യൂ ബോംബെ. അവിടുന്ന് ബോംബെ. നമ്മളിവിടുന്ന് ബേലാപ്പൂർ റോഡാണ് പോകുന്നത്. താനെ ഐറോളിയൊക്കെ പോകുന്ന റൂട്ടിലാണ് പോകുന്നത്. കറക്റ്റ്. അതെ, ബോംബെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ മാസം പോയിട്ട് 1 മാസം കഴിഞ്ഞ് കഴിയുമ്പം ആ പോയ വഴിയൊന്നും ആയിരിക്കില്ല. അതുപോലെ വഴികൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലങ്ങളും ഒക്കെ അതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ വഴിയൊന്നും പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റിയല്ല. അത് പറ്റിയല്ല. അത് സ്ഥിരം വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 5-6 മാസം സ്ഥിരം ബോംബെ തന്നെ ഓടുകയാണെങ്കിൽ ഏകദേശം എല്ലാ വഴിയും പഠിക്കും. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരു ട്രിപ്പ് വന്നാൽ പിന്നെ വന്നിട്ട് ഒരു ഐഡിയയും കിട്ടിയല്ല. ഇവിടുത്തെ തിരക്കുണ്ടോ? എത്ര ലൈനാ വണ്ടി നിൽക്കുന്നത്? എത്ര ലൈനാന്ന് നോക്കിയേ. ഇനി കുറേ നേരം ഈ വഴിയിൽ കൂടെ അങ്ങ് പോവാം. എന്നിട്ട് ഈ വഴിയിൽ നിന്ന് നമ്മൾ തിരിയണം. ഇതിലെല്ലാം വണ്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ക്രെയിനാണ് കിടക്കുന്നത്. ക്രെയിൻ വണ്ടികൾ വലിച്ചുകൊണ്ട് പോകാനുള്ള വണ്ടികൾ എത്ര എണ്ണമാണെന്ന് നോക്കി. അവിടെ നിന്നും വേറൊരു വഴി മുകളിലോട്ട് കയറിപ്പോയി. നമുക്കിതിലേ പോകണ്ടേ. നമ്മുടെ നാട്ടിലൊക്കെ എന്നാ സിമ്പിളാ. ഒരു വഴിയുണ്ട്, കോട്ടയത്തിന് ഒരു റൂട്ടുണ്ട്, എറണാകുളത്തിന് ഒരു റൂട്ട്. അല്ല, ഇവിടുന്നായാലും വഴി തെറ്റിപ്പോയാല് വലിയ പാടാ. എവിടുന്ന് പോയി കണ്ടുപിടിക്കും. നമ്മുടെ മുംബൈയുടെ ലോക്കൽ ട്രെയിനിലെ ഒരു യാത്ര ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഇത് റെയിൽവേ സ്റ്റേഷനാ. സ്റ്റേഷൻ ഇത് കണ്ടല്ലേ. ഇത് തുർബ സ്റ്റേഷനാണ്. തുർബ. ഇതിന്റെ അപ്പുറയാണ് ട്രക്ക് ടെർമിനലൊക്കെ. ഇതിന്റെ അപ്പുറ സൈഡ്. എന്ത് തിരക്കാ. ഇത് കണ്ടിട്ട് എനിക്ക് മടുക്കണം. ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയില്ലല്ലോ. എന്തൊക്കെ ഇരുന്നിട്ട് അല്ല കണ്ടപ്പോഴത്തേനും ഉറക്കം പോയല്ലേ. ഉറക്കം പോയിട്ടില്ല, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് ഭ്രാന്താവുന്നുണ്ട്. സ്ട്രെസ് ആവുന്നു കൂടുതൽ. സ്ട്രെസ് ആവുന്നത് ഏതുവഴിക്ക് വഴി പോകുന്നത് എങ്ങനെയായിരുന്നു. തിരക്ക് ഇതിങ്ങനെ 24 മണിക്കൂറും തിരക്കായിരിക്കും. ഇവിടുന്ന് നമുക്ക് താനെ ഐറോളിയൊക്കെ നേരെ പോകും. പക്ഷെ നമ്മുടെ വണ്ടി അതിലേ പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ 8 വർഷം കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഔട്ടറിൽ കൂടെ തന്നെ വീണ്ടും തിരിയുക. ഇവിടുന്ന് റൈറ്റ് തിരിയുക. നേരെ സിൽപ്പാട്ട നിന്നിട്ട് മുമ്പറ വഴിയാണ് പോകുന്നത്. ബൈക്കുകാർ ഇതിലെല്ലാം കയറി വരുന്നുണ്ട്. എല്ലാവരും ഈ ജോലിയൊക്കെ കഴിഞ്ഞേ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി 100 വിട്ട് പോകും. എത്ര നേരം എടുക്കും ഇവിടുന്ന് ഓരോരുത്തർ വീട്ടിൽ പോകണം. അത് വണ്ടി ഓടിക്കുമ്പം 2 കണ്ണ് പോരാ, ചുറ്റും കണ്ണ് വേണം. ആ സൈഡാണെങ്കിൽ ഒന്നും കാണത്തില്ല. സൈഡിൽ കൂടെ വന്നാലേ ബൈക്കുകാരൊക്കെ ആ സൈഡിൽ വന്നു അറിയത്തില്ല. ഇപ്പോഴേ ഈ സ്ഥലമെല്ലാം കണ്ടോ കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ ഈ 2 സൈഡും. ഇനി കുറച്ച് നാൾ കഴിയുമ്പം അധികം സമയമൊന്നും വരുമ്പോൾ ഇവിടെ എല്ലാം ടൗൺ പോലെ ആവും. ശരിക്കും ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ആ സർവീസ് റോഡല്ല, പനവേലിൽ ഇറങ്ങിയിട്ട് തലോജ വഴി വരുന്ന ഒരു വഴിയുണ്ട്. അതിലേ വേണേൽ വരായിരുന്നു. ആ വഴിയിലേ ഇതൊന്നും ആയിരിക്കില്ല തിരക്ക്. അതിലെ ലോറികൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അത് നല്ല തിരക്കുള്ള വഴിയാണ്. ആ വഴിയിലേക്ക് നമ്മളിപ്പോൾ ഈ സിൽപ്പേട്ട ചെല്ലുമ്പോൾ ആ വരുന്ന വഴിയിലേക്കാണ് കയറുന്നത്. പിന്നെ അവിടുന്ന് ഒരുമിച്ച് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ മുംബ്ര വഴിയാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അത് ഇതിലെ വരുന്ന എളുപ്പം വെച്ചിട്ടുള്ളൂ. ഈ സമയമായതുകൊണ്ടാണ് കാറുകൾ ഇത്രയും. കുറേ കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ കാറുകൾ കുറവായിരിക്കും, പിന്നെ ലോറികൾ മാത്രമേ കാണുള്ളൂ. നമ്മൾ നേരത്തെയൊക്കെ ഗുജറാത്ത് പോകാനൊക്കെ ഈ ബോംബെ വഴി വരാത്തതിൻ്റെ കാര്യം ഇതാ. ബോംബെ പാസ്സാകാൻ നല്ലൊരു ബൈപ്പാസ് ഇല്ല. എല്ലാം ഇതുപോലെ തിരക്കുള്ള റോഡാണ്. ഏതുവഴി പോയാലും ഇതുപോലെ തിരക്കാ. ഇതും പിന്നെ അപ്പുറത്തെ വഴിക്ക് വന്നാലും ഒക്കെ ഇതാ. എന്നിട്ട് ഭയങ്കര പാടാ ബോംബെ പാസ് ചെയ്ത് അപ്പുറം ചെല്ലാൻ. അപ്പം അതിലും വേറെ നമ്മൾ ഷോളാപ്പൂർ പോയോ അല്ലെങ്കിൽ വേറെ വഴികളുണ്ടല്ലോ ഈ ബോംബെ ടച്ച് ആവാതുള്ളേ, ആ വഴി പോകുന്ന ഏറ്റവും സുഖം. അപ്പുറത്തെ റോഡിലോട്ട് കയറുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ഇതിലും ട്രാഫിക് ആയിരിക്കും. എന്നാന്ന് വെച്ചാൽ ആ വഴി വരുന്ന പിന്നെ ഈ തലോജ വഴി വരുന്ന വണ്ടികളും കൂടെ ഇവിടെ ജോയിൻ്റ് ആവും. എന്നിട്ടാണ് മുംബ്ര വഴി പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ നമ്മൾ സിൽപ്പാട്ട എത്തി.
ഇവിടെ ബിരിയാണി കടയൊക്കെ ഉണ്ട്. ബിരിയാണിക്കടയുണ്ട്. ഇനിയിപ്പോൾ അല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അവിടെ ഒന്നും കിട്ടില്ല കേട്ടോ, കടയൊന്നും കാണില്ല ഇറക്കുന്ന സ്ഥലത്ത്. ഇവിടെ ചെറിയ മാർക്കറ്റ് ഏരിയയാണ്, അങ്ങോട്ടെല്ലാം കടകളാണ്. ആ പാലത്തെ കൂടെ വണ്ടികൾ പോകുന്നതുണ്ടോ, നമ്മൾ അതിലേ വരുമായിരുന്നേ, അതിലെ ഈ ഹൈവേ അത് ഉണ്ടോ, ആ പാലത്തെ കൂടെ വരായിരുന്നു. നമ്മളിങ്ങനെ ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ചെന്ന് അങ്ങോട്ടാണ് കയറുന്നത്, ആ റോഡിലേക്ക് കയറുന്നത്. അതുണ്ടോ കണ്ടെയ്നറുകളെല്ലാം പോകുന്നതുണ്ടോ. പിന്നെ ഒരു സമാധാനമുണ്ട്, എന്താണെന്നറിയോ, ചെറിയ ബ്ലോക്കാണെങ്കിലും പതുക്കെ പതുക്കെ വണ്ടി നീങ്ങുന്നുണ്ടല്ലോ ഇപ്പം. ആ അയ്യോ, ബ്ലോക്കായിട്ട് കിടന്നാലാണ് പിന്നെയും പാട്. ഇത് പതുക്കെ ആണെങ്കിലും പതുക്കെ അങ്ങ് വണ്ടി ഓടിപ്പോകുന്നുണ്ടല്ലോ. ചില സമയങ്ങളിൽ ബ്ലോക്കായി കിടക്കും മണിക്കൂറുകൾ. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് NH-48 കയറി. NH-48 ഇങ്ങനെയും ഒരു ഹൈവേ മുഖമുണ്ട്, അതാ കറക്റ്റ്. ഇതുപോലെ ബ്ലോക്കായിട്ട് നമ്മൾ വന്ന 48 എങ്ങനെയായിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നു. ആ ഇതിലെ എല്ലാം അത് ആ വണ്ടിക്കാരൻ ഇങ്ങോട്ട് പിടിക്കാന്ന്, ഇതിലെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. എല്ലാരും ഒരുമാതിരി ബ്ലേഡ് കനത്തിലാണ് പോകുന്നത്. പണ്ട് ഈ വഴിയൊന്നും ഇത്രയും വീതിയൊന്നും ഇല്ലായിരുന്നു. അത് മൊത്തം ഫ്ലാറ്റുകളാണ് ഇവിടെയൊക്കെ. ആ അത് നല്ല രസമല്ലേ. ആ ചേരി, ഇതിലും ചേരികളായിരുന്നു. ഇതൊക്കെ വലിയ ബിൽഡിംഗ് അല്ലേ, അത് കുറേ പണ്ടൊക്കെ മൊത്തം ചേരികളായിരുന്നു. ഇതൊക്കെയല്ലേ ചെറുവണ്ടികളുടെ തിരക്ക് കുറഞ്ഞു, ചെറുവണ്ടികളിലൊന്നും ഇല്ല, ഇപ്പോൾ ലോറികൾ മാത്രം. അന്നേരം പോകുന്നതുകൊണ്ട് കണ്ടോ വലിയ തിരക്കില്ലായെങ്കിൽ പോന്നു. അവർ പുള്ളി പറഞ്ഞ പോലെ അവിടുന്ന് 10 മണിക്ക് 11 മണിക്കൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഒക്കെ വരുമ്പോൾ മുടിഞ്ഞ ട്രാഫിക്കായിരുന്നു. കാര്യം കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നാലും ഇങ്ങോട്ട് പിന്നെ വലിയ പ്രശ്നമില്ലായെങ്കിൽ പോകുന്നു. പിന്നെ ഒരു 12 മണി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ, ലോറി തന്നെ ആയിരിക്കും. അപ്പോൾ അതെ നമ്മളങ്ങനെ കറങ്ങി വന്ന് നാസിക് റോഡിലേക്കാണ് കയറുന്നത്. അതായത് ബോംബെ നാസിക് റോഡിലേക്ക് കയറും. ഉല്ലാസ് റിവറിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഉണ്ടോ നല്ല വീതിയുള്ളൊരു നദിയാണ്, വലിയ നദിയാണ്. ആ നദി തീരത്തെല്ലാം ഉണ്ട് ഫ്ലാറ്റുകൾ നിൽക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ലൈറ്റെല്ലാം ഇട്ട് കാണാൻ നല്ലൊരു ഭംഗി, നല്ല രസമുണ്ട്. ലൈക്ക് ഇങ്ങനെ ഡയമണ്ട് തിളങ്ങി നിൽക്കുന്നു, വെള്ള ലൈറ്റ് ആയിട്ടേ. ആ ഈ നാസിക് റോഡും വീതി കൂട്ടി പണിതുകൊണ്ടിരിക്കുക. 4 ലൈൻ ആയിരുന്നു, 6 ലൈൻ ആക്കിക്കൊണ്ടിരിക്കുക. ഈ നാസിക് ഹൈവേയിലുവേ ഭയങ്കര തിരക്കാ, ഇത് വണ്ടികളാന്ന് നോക്കി. ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് പണി നടക്കുക റോഡിൻ്റെ. ഇതുണ്ടോ, ഇത് വലിയൊരു മാളാണ് കേട്ടോ, ഈ ഹൈവേയുടെ സൈഡിൽ തന്നെ. ആ ഇത്ര ഔട്ടറിൽ മെയിൻ ഡ്രൈവറൊക്കെ ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ പോയല്ലോ, ഉറങ്ങി. അതെ, ഉറങ്ങി അടുത്ത ബ്ലോക്ക് കണ്ടുകൊണ്ട്. അല്ല, അതിന് മുമ്പ് അന്നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇരുന്നാ. അന്നേരം പിന്നെ ഇങ്ങോട്ട് വന്ന് ബോംബെയുടെ തിരക്ക് കണ്ടപ്പോൾ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് തല കറങ്ങി താഴോട്ട് വീണു, ഉറങ്ങിപ്പോയി. തല കറങ്ങിയല്ല കേട്ടോ, ഉറങ്ങിയതാ. അങ്ങോട്ട് നോക്കിയ ധാബയാണുള്ളത്, വലിയ ധാബയല്ലേ, നല്ലൊരു സെറ്റപ്പ് ധാബ. ഇപ്പോഴേ ഏതൊക്കെയായാലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലമൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് വല്ലതും ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം. തുറന്നോ അടുക്കളയൊക്കെ? അടുക്കളയൊക്കെ തുറന്നോളെ. ആ അടുക്കള തുറക്കാം. മൊത്ത് കിടന്ന് ഉറങ്ങി. ഇപ്പോഴേ എങ്ങനാ, വല്ല പ്ലാനും ഉണ്ടോ കുക്കിന്? നൂഡിൽസ് ഇരിപ്പുണ്ട്, പെട്ടെന്ന് പരിപാടി കഴിയും. അത് വേണം ഉണ്ടാക്കി തരാൻ ഞാൻ. അതിനകത്ത് മുട്ട ഇട്ടുണ്ടാക്കി അല്ലേ? ആ മുട്ട ഇരിപ്പുണ്ടല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. എന്നാ ആദ്യം വെക്കുന്നേ? നൂഡിൽസ്. നൂഡിൽസോ? സംശയമില്ലാണ്ട് എന്നോട് ചോദിച്ചാൽ. അല്ല ഞാൻ കുക്ക് ചെയ്യണോ? വേണ്ട, എനിക്കറിയാം ഉണ്ടാക്കാൻ. ആണോ? വെള്ളം ചൂടായോ? ആ, മസാലയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടു. ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടാം. എത്ര മുട്ട ഇടും? 2 എണ്ണം ഇട്ടു? ആ 2 എണ്ണം ഇടാം. പൊന്നു നല്ല കുക്കാ. ഇതിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി മടിയാ. അപ്പം തിരിച്ചു പോകുമ്പോഴത്തേനും ഞങ്ങൾ നല്ല അടിപൊളി വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലാണ് ഞാൻ എന്തും ഉണ്ടാക്കി തരാം, കാരണം എനിക്ക് ആ ഒരു സ്പേസ് ഉണ്ട്. ഇതെനിക്ക് അതെന്നാന്നറിയാം, അതിൽ ഇത് ഒരു ബാലൻസ് ആവണം. അതാണ് ഈ ചെറിയ ഇടയ്ക്ക് കുക്ക് ചെയ്യാൻ. ഇടയുടെ അല്ല, പക്ഷെ ഇതിന്റെ അകത്തൊക്കെ സാധനം എടുക്കാൻ പാടാ, കുറച്ച് ചടങ്ങാണ്, വെക്കാനിടയില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
അതൊക്കെ 2-3 പ്രാവശ്യം കുക്ക് ചെയ്ത് അതൊക്കെ അമ്മയ്ക്കേ പറ്റുള്ളൂ. അമ്മ എവിടാണേലും അമ്മ ഫുഡ് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷെ ഒരു സ്പേസിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് ശീലിച്ചിട്ടേ. അപ്പം നൂഡിൽസ് ഒക്കെ റെഡിയായി. വേറെ പാത്രമൊന്നും ഞാൻ എടുക്കുന്നില്ല, പാകം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നിന്ന് ഞാൻ കഴിക്കാം. അതിനകത്ത് കഴിച്ചേക്കാം. നൂഡിൽസും കടുങ്കാപ്പിയും. നൂഡിൽസ് കഴിച്ചു, നല്ല കടുങ്കാപ്പി കേട്ടോ, കൊള്ളാം. കടുങ്കാപ്പിക്ക് പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനൊന്നും അല്ല. അത് കടുങ്കാപ്പി ഇടണേലും അതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് പൊടിയും കറക്റ്റ് മധുരവും ഇതൊക്കെ വേണം, എന്നാലേ കടുങ്കാപ്പി നല്ലതാവുള്ളൂ. നൂഡിൽസ് ഒക്കെ കഴിച്ച് പാത്രവും കഴുകി വെച്ച് എല്ലാ പണിയും കഴിഞ്ഞു. നീ അടുക്കള അടച്ചാൽ മതി. കടുങ്കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അടുക്കള അടയ്ക്കാം, പോയേക്കാം. മുത്തിനൊന്നും വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് മുത്തായിട്ടില്ല, ഉറപ്പാണ്. കഞ്ഞി ഇരിപ്പുണ്ട് ഒരാൾക്കുള്ളത്, അത് ചേച്ചിയുടെ കണക്കിനാ വെച്ചത്. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വേണം, അല്ലെങ്കിൽ വണ്ടി ഒതുക്കിട്ടിട്ട് കഞ്ഞി കുടിക്കാമല്ലോ. അതെ, ഇത് ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ ഉണക്കമീൻ ഇരിപ്പുണ്ടല്ലോ. നമുക്ക് ലോഡ് ഇറക്കുന്നിടത്തോട്ട് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ, 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ചെന്നാലേ അവിടെ എങ്ങനെ സൗകര്യമൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അത് തന്നെയല്ല, വേറൊരു മെയിൻ പണിയുണ്ട്. ഈ വീഡിയോ എടുത്താൽ മാത്രം മതി, ഇത് മൊത്തം അപ്ലോഡ് ചെയ്യണം. അപ്പം അങ്ങോട്ട് ചെന്നാൽ നെറ്റൊന്നുമില്ല, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ അതെല്ലാം സെറ്റാക്കി. രാത്രിയായിട്ടും ലോറികൾ ഇങ്ങനെ ഒഴുകാണ്, തിരക്ക് കുറവൊന്നുമില്ല, തിരക്ക് വലിയ കുറവൊന്നുമില്ല. 4 ലൈനുണ്ട്, 8 ലൈനായി. ഡബിൾ ലൈൻ ആയിരുന്നു, 8 ലൈൻ ആക്കുക കേട്ടോ. അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഹൈവേ നിന്നൊക്കെ ഇറങ്ങി, എന്ത് ലോറികളാണ് കിടക്കുന്നതെന്ന് നോക്കി. അതൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കമ്പനികളും ഗോഡൗണുകളും ഉണ്ട്. ഈ ഭീവണ്ടിയും പരിസര പ്രദേശങ്ങളും മൊത്തം ഗോഡൗണുകളാണ് മൊത്തം. അത് ഭയങ്കര തിരക്കാണ്, രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ലോറികൾ തന്നെയല്ലേ വരുന്നത്, ലോഡ് കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ടേ. കറക്റ്റ് ഭീവണ്ടി പോയി കിടക്കുക ഭയങ്കര കഷ്ടപ്പാട് പിടിച്ചൊരു പണിയാണ്. കൊതുകെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുകും പൊട്ടിയും മഴയായ ചെളിയും ഒക്കെ ആയിട്ട് ആകെപ്പാടെ. ഗോഡൗണുകളെല്ലാം അങ്ങനെ തന്നെയാണ് വണ്ടി ചെല്ലുന്നതല്ല. ഇത് പിന്നെ നമ്മളെ കറക്റ്റ് ഭീവണ്ടിയല്ല, ഭീവണ്ടിയിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ വീണ്ടും ഔട്ടറിലേക്കാണ്. അതുകൊണ്ട് പിന്നെ ഭീവണ്ടിയുടെ ആ ബുദ്ധിമുട്ടില്ല. അവിടുന്ന് നമ്മളത് ചെറിയ വഴിയിലേക്ക് കയറി. ഈ 2 സൈഡിലും ഫാക്ടറികളാണ് കേട്ടോ, ഇഷ്ടംപോലെ ഫാക്ടറികളും ഗോഡൗണുകളുമാണ്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തി. ഇവിടെ മൊത്തം ഗോഡൗണുകളാണ്, കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അപ്പുറമല്ല, എല്ലാം കണ്ടെയ്നറുകളാണ്. സമയം 12:30 ചേച്ചി നല്ല ഉറക്കം, എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങിയേക്കാം. ഗുഡ് നൈറ്റ്.